ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന ആത്മീയ അലങ്കാരം വജ്രത്തേക്കാൾ ശ്രേഷ്ഠമായ അലങ്കാരമാണ്. വേണേ സ്വർണ്ണാഭരണങ്ങൾ, വിലപിടിപ്പുള്ള വജ്രം, ഇതെല്ലാം തരുന്ന അലങ്കാരത്തേക്കാൾ അമൂല്യമാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആന്തരിക അല്ലെങ്കിൽ ആത്മീയ അലങ്കാരം. ഒരു സ്ത്രീ അവരുടെ ഒരു റിങ് അത് കാണിച്ചുകൊണ്ട് ഇതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറഞ്ഞു, വിലയെക്കുറിച്ചും പറഞ്ഞു. വില ഞാൻ പറയുന്നില്ല, വളരെ വിലപിടിപ്പുള്ള ഒരു മോതിരം. അതിൻ്റെ പ്രത്യേകത അവർ പറഞ്ഞത് ആ മോതിരത്തിൽ ഒരു വജ്രക്കല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വിലയാണ്. അത്രമാത്രം അതിന് വില വരാനുള്ള കാരണം അതിൽ പതിച്ചിരുന്ന വജ്രം വളരെ വിലപിടിപ്പുള്ള ഒരു വജ്രക്കല്ല്, അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ മരിക്കും മുമ്പ് വളരെ വിലപിടിപ്പുള്ള കുറേയേറെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ജുവലറി കട ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഞാനിതേക്കുറിച്ച് മനസ്സിലാക്കിയത് ജുവലറി കട നടത്താൻ പറ്റിയതുകൊണ്ടോ അവിടെ പോയി എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റിയതുകൊണ്ടോ ഒന്നുമല്ല. ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ലേലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം വളരെ വളരെ വിലപിടിപ്പുള്ള കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ വിലപിടിപ്പുള്ളതായിട്ട് ദൈവം പഠിപ്പിക്കുന്ന, വചനം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതറിയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ്. ഇതറിയാൻ നമ്മൾ വായിക്കേണ്ടത് ജോബിൻ്റെ പുസ്തകം. ജോബ് 28-ാം അധ്യായം അതിൻ്റെ 15 മുതൽ മുമ്പോട്ട് വായിക്കുമ്പോൾ ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ മതി, ഒന്ന് ഏകാഗ്രതയോടെ വായിച്ചാൽ മതി. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം നല്ല വിലപിടിപ്പുള്ള കാര്യങ്ങളാണ്. അതൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ചെറിയൊരു തുകയായിട്ട് പോയാൽ കിട്ടുന്നില്ല. അങ്ങനെ വിലപിടിപ്പുള്ള ഒരു സെറ്റ് കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങളെങ്ങാനും വായിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടിയില്ലെങ്കിലോ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കേട്ടിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. റെപ്പറ്റീഷനൊക്കെ ഒഴിവാക്കി ഞാൻ പറയാം. സ്വർണം, വെള്ളി, ഇന്നിപ്പം സ്വർണത്തിൻ്റെ വില കുതിച്ചു വരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വിലയൊന്നും അല്ല ഇപ്പോൾ. സ്വർണം, വെള്ളി, ഓഫീർ പൊന്ന്, അങ്ങനെ ഒരു സാധനമുണ്ട്. തനി തങ്കം എന്നൊക്കെ ചിലർ പറയുന്ന ചില ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. ഓഫീർ പൊന്ന്, പൊന്നിൻ്റെ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇന്ദ്രനീലം, അത് പിന്നെ എനിക്ക് നേരത്തെയും ഒരു സ്ത്രീയിൽ നിന്നും പരിചയപ്പെടാൻ പറ്റി. കാരണം അവർ പറഞ്ഞത് എന്തോ അപകടം മാറാനോ മരണം ഒഴിവാകാനോ അവർ ഇന്ദ്രനീലം കൊണ്ട് ഏലസ് ഉണ്ടാക്കിച്ച് അത് അരയെ കെട്ടിയിട്ടുണ്ടെന്ന്. ഒരു ക്രിസ്ത്യാനിയാണ് കേട്ടോ. ഇന്ദ്രനീലത്തിൻ്റെ ഏലസ്, അങ്ങനെ ഈ സാധനം ഉണ്ടെന്നുള്ളത് നേരത്തെ ഞാൻ മനസ്സിലാക്കിയിരുന്ന. വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഗോമേതകം, സ്ഫടികം, തങ്കം, പവിഴം, പളുങ്ക്, മുത്ത്, പുഷ്യരാഗം, ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം വളരെ വിലപിടിപ്പുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ ജ്വല്ലറി കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവർ കാണിച്ചെന്ന് വരും. ഈ ഒരു കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ജ്ഞാനം ഇതിനേക്കാളെല്ലാം വിലപിടിപ്പുള്ളതാണ്. ദൈവിക ജ്ഞാനം, ഈ ജ്ഞാനം കൊണ്ടാണ് ദൈവമക്കൾ അലങ്കരിക്കപ്പെടേണ്ടത്. ഇതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ദൈവമക്കൾക്ക് അലങ്കാരമാകേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിനാൽ അലങ്കരിക്കപ്പെടുക. പരിശുദ്ധാത്മാവിനെ അലങ്കരിച്ച ആ ഒരു സൗന്ദര്യം, ആത്മീയ സൗന്ദര്യം നമുക്കുണ്ടാകണം. 1 പത്രോസ് 3-ാം അധ്യായം 3 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങൾക്ക് അലങ്കാരം. ഇതെല്ലാം ലോകത്തിലേക്ക് നോക്കി കണ്ടുപിടിച്ച് അതെല്ലാം നമ്മുടെ ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ, ക്രിസ്ത്യാനികളെ, കത്തോലിക്കരെ നമുക്ക് ഇന്നും കാണാൻ പറ്റും. പക്ഷേ പത്രോസ്ലീഹ സൂചിപ്പിച്ചൊരു കാര്യം, ലോകം അലങ്കാരമായി കാണുന്നതല്ല ദൈവമക്കൾക്ക് അലങ്കാരമാകേണ്ടത്. പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങൾക്ക് അലങ്കാരമാകേണ്ടത്. അതിനേക്കാൾ നിങ്ങൾക്ക് അലങ്കാരമാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്: പരിശുദ്ധാത്മാവിനെ അണിയുക. മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോയാലും അതിനേക്കാൾ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം നമുക്ക് കംപ്ലീറ്റ് അവഗണിക്കാൻ പറ്റുമോ? അങ്ങനെ അവഗണിക്കുന്നവർക്ക് എങ്ങനെ കർത്താവിൻ്റെ കണ്ണുകളിൽ സൗന്ദര്യമുള്ളവരാകാൻ പറ്റും? ആരെങ്കിലൊക്കെ നമ്മുടെ സൗന്ദര്യം വർണ്ണിച്ചാൽ മതിയോ? അതിനേക്കാൾ പ്രധാനപ്പെട്ടതല്ലേ ദൈവം നമ്മളെക്കുറിച്ച് പറയുന്നത്? അതിന് ആവശ്യമായൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്: പരിശുദ്ധാത്മാവിനെ അണിയണം. അപ്പോൾ ശാന്തത, സൗമ്യത നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാവും. മറ്റൊന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ അലങ്കരിക്കപ്പെടേണ്ടവരാണ് നാം ഓരോരുത്തരും. നമ്മൾ കാണുന്നുണ്ട് ഗലാത്യർ 5:22 മുതൽ വായിക്കുമ്പോൾ 9 ഫലങ്ങൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്നേഹം, സമാധാനം, ക്ഷമ,
ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. 9 കാര്യങ്ങൾ. അതിൻ്റെ കൂടെ വരേണ്ടതാണ് ഔദാര്യം, അടക്കം, ശുദ്ധത, ജനറോസിറ്റി, മോഡസ്റ്റി, പ്യൂരിറ്റി. ഈ കാര്യങ്ങൾ വരുമ്പോൾ 12 ഫലങ്ങളായി. ഞാൻ ഫ്ലോറിഡയിലെ ഒരു സ്ഥലത്ത് അവർ കാണിച്ചതാണ് ഒരു മാവ്. ആ മാവേൽ 12 ഇനം മാങ്ങ. ഇത് രസമായിരുന്നു കാണാൻ. അത് അവർ ബഡ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ്. 12 ഇനം മാങ്ങ. ഈയിടെ ന്യൂസിൽ വന്നൊരു കാര്യമാണ്. കണ്ണൂർ ഒരു റിട്ടയേർഡ് പ്രൊഫസർ, ഒരു റിട്ടയേർഡ് അധ്യാപകൻ, അദ്ദേഹം ഇങ്ങനെ കൃഷികാര്യങ്ങളിലൊക്കെ തൽപരനായിരുന്നു. അദ്ദേഹം ഒരു മരത്തിൽ 30 ഇനം മാങ്ങ. അപ്പോൾ അതൊക്കെ എന്ത് മനോഹരമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങളാൽ ഒരു ക്രിസ്ത്യാനി അലങ്കരിക്കപ്പെടുമ്പോൾ അവരുടെ സൗന്ദര്യം എത്ര വലുതാണ്. അവർ ബോധ്യത്തോടുകൂടി അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആ അലങ്കാരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളെല്ലാം അപ്രസക്തമായിട്ട് മാറും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും സ്വർഗീയമായ പുണ്യങ്ങൾ. പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച 10 സ്വർഗീയ പുണ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ഒരു ക്രിസ്ത്യാനിക്ക് അലങ്കാരമായി മാറേണ്ടത്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് അതിന് നമ്മൾ പ്രാധാന്യം കൽപ്പിച്ചു കഴിയുമ്പോൾ ലോകം തരുന്ന സൗന്ദര്യം, ലോകം തരുന്ന സ്ഥാനമാനങ്ങൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്രധാനമായി മാറും. അങ്ങനെയാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നാം നയിച്ച് ദൈവത്തിന് പ്രീതികരമായ ആ ജീവിതത്തിലൂടെ നമ്മൾ സ്വർഗത്തിനും അർഹരാകേണ്ടത്. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത് അഭിഷേകം കിട്ടാൻ നമ്മൾ വില കൊടുക്കണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വില കൊടുക്കാതെ അഭിഷേകം വരത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം, അതുപോലെ തന്നെ 2 കൊരിന്തോസ് 9-ാം അധ്യായം 6 മുതൽ അവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്പം വിതച്ചാൽ അല്പം മാത്രമേ കൊയ്യാൻ പറ്റൂ. ധാരാളം കൊയ്യണമെങ്കിൽ ധാരാളം വിതയ്ക്കണം. അധ്വാനിക്കുന്നവർക്കാണ് അതിൻ്റേതായിട്ടുള്ള ഫലമുണ്ടാകുക. ഉപരി അഭിഷേകം വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് ത്യാഗോജ്വലമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വചനം എടുക്കുമ്പോൾ ദാനിയേലും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2-3 ചെറുപ്പക്കാർ, അവർക്ക് എല്ലാ വിധത്തിലും ആത്മീയ വരങ്ങൾ ദൈവം കൊടുത്തു. കാരണം എന്താ? അവർ ത്യാഗമെടുത്തു. സസ്യാഹാരവും വെള്ളവും മതി, ഞങ്ങൾക്ക് വലിയ രുചികരമായ ഭക്ഷണമോ മുന്തിയ വീഞ്ഞോ ഒന്നും വേണ്ട, അതിന് ഞങ്ങളെ നിർബന്ധിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ത്യാഗോജ്വലമായിട്ട് അവർ ജീവിച്ചു, പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമാണ് അവർക്ക് എല്ലാ വരങ്ങളും ലഭിച്ചത്. ഇപ്രകാരം നമ്മൾ വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ത്യാഗമെടുത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നാം അലങ്കരിക്കപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ആ ഒരു അലങ്കാരം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരുകയും ഒരു പുതിയ പെന്തക്കോസ്ത് അനുഭവം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പെന്തക്കോസ്ത് തിരുനാളിനോട് അടുത്തു വരുന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകത്തിനായി ഒരുക്കണമേ. അഭിഷേകത്തിന് തടസ്സമാകാവുന്ന സകല കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും വിശ്വാസത്തോടും ദാഹത്തോടും കൂടെ പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ വാഗ്ദാനം ഞങ്ങളിൽ നിറവേറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഇറങ്ങി പ്രവർത്തിച്ച് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങ് സാധിച്ചു തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.